ഓക്കെ, അപ്പൊ വെല്ലിച്ചന്റെ പാട്ട് വെല്ലിച്ചന്റെ സാന്നിധ്യത്തില് അച്ഛൻ തബല വായിച്ചുകൊണ്ട് നമുക്ക് പാടാം. വിച്ച് സോങ്? മാലയം. മാലയം. മാലയത്തിനെ പറ്റി ഒരു ഭയങ്കര ഒരു സാർ പറഞ്ഞ ആ കഥ ഞാൻ കുറേ പേരെടുത്ത് പറഞ്ഞു സാർ. അതിന് കോപ്പിറൈറ്റ് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. ചിത്ര ചേച്ചി പാടുന്നതിന്റെ ഒരു കഥ പറഞ്ഞില്ലേ സാർ, ഭയങ്കര ഒരു കഥയായിരുന്നു. ആ കഥ ഞങ്ങൾക്ക് വേണ്ടി സാറിന്റെ വായി ഒന്നുകൂടെ കേൾക്കാൻ പറ്റുമോ? ഈ മാലയം എന്നുള്ള പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി അണ്ണാച്ചി എഴുതി, രാജുവേട്ടൻ്റെ ഫിലിം. അപ്പോൾ ഭയങ്കര എറോട്ടിക്കായിട്ടുള്ള പാട്ട്. അമ്മോള് ചെവി വരൽ കേട്ടോ, ഈ വാക്കൊന്നും കേൾക്കണ്ട. അപ്പോൾ അങ്ങനൊരു സെക്സി പാട്ടായതുകൊണ്ട് ഇപ്പം എനിക്ക് വേറെ ഓപ്ഷനും ഇല്ല. ചിത്ര ചേച്ചിയാണ് കത്തി ജ്വലിച്ച് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസം, ചേച്ചിക്ക് ഇത് പറഞ്ഞ് ചേച്ചിയെ മനസ്സിലാക്കിയാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതിനൊരു ജന്മം കൂടെ ജനിച്ച് ഒരു അനിയനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല, തോക്കും. അപ്പോൾ വിജയൻ ചേട്ടൻ്റെ അടുത്താക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ കയറി പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വിഷയമായത്. അല്ല, അത് വിജയൻ ചേട്ടനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചിത്ര ചേച്ചി വന്നു. ചേച്ചി ഐശ്വര്യയുടെ ഭയങ്കര ഭക്തി പുരസരമായിട്ട് അവിടെ ചെറിയ ഗണപതിയൊക്കെ വെച്ച് പാടുന്നതിന് മുമ്പ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ചന്ദനത്തിരിയും കേട്ടങ്ങോട്ട് എഴുതി മാലയം. ഓ ചന്ദനം കൃഷ്ണ അതൊക്കെ വിളിച്ചിട്ട് നിൽക്കുന്ന കണ്ടു ഞാൻ. അപ്പോൾ പാട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു സെമി ക്ലാസിക്കൽ സ്വഭാവം ഉള്ളതുകൊണ്ട് ചേച്ചി കണ്ടൊക്കെ നിറഞ്ഞു. ദൈവത്തിനെ മനസ്സിൽ കണ്ടാ പാടുന്നത്. മാലയം മാറോടഞ്ഞ് കൃഷ്ണ മൈ കണ്ണിൽ മാമ്പൂ വിരിഞ്ഞും. അയ്യോ കൃഷ്ണ രക്ഷിക്കണേ എന്ന് ഇതിൻ്റെ ഇടയ്ക്കുള്ള വിളി എനിക്ക് കേൾക്കാം. ഞാൻ എൻ്റെ അമ്മച്ചി ഞാൻ പറയും ചേച്ചി ഇത് WWF മസിലോ. അപ്പോൾ ചേച്ചി അവസാനം അപ്പോൾ എൻ്റെ അടുത്ത് ചുമ്മാ കൃഷ്ണന് കോപിക്കുവേ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് താക്കിയത്. ഞാൻ പറയാം ചേച്ചി കുറച്ച് എണ്ണയൊക്കെ ഇട്ട് നിരോഷ മോഹൻലാൽ ഇത് പറഞ്ഞിട്ടും ചേച്ചിക്ക് കത്തുന്നില്ല. അവസാനം ഞാൻ ചേച്ചിയുടെ ചേച്ചി അതിൻ്റെ വരികൾ പച്ചയാട്ടം എഴുതി വെച്ചേക്കാണ് അണ്ണാച്ചി. ഒരുവിധം മലയാളം അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും എന്താണ് അതിൻ്റെ. ചേച്ചി അതങ്ങനെയല്ല ചിന്തിക്കുന്നത്. ചേച്ചിയുടെ കോൺസെപ്റ്റ് വേറെ. വന്നപ്പോഴേ മാലയെന്ന് കണ്ടപ്പോഴേ കൃഷ്ണനുമായിട്ട് ഗുരുവായൂരുമായിട്ട് അങ്ങ് കണക്ട് ചെയ്തിട്ട് നിൽക്കുകയായി. അപ്പം ഞാൻ അവസാനം ചേച്ചിയുടെ കാലായി വീണു. ചേച്ചി ഞാൻ പറയുന്ന പോലെ പാടിയാൽ മതി എന്നൊക്കെ ഈ ഡൈനാമിക്സ് വെച്ച് കളിച്ച്. അവസാനം ചേച്ചി ആയതുകൊണ്ട് KS ചിത്ര എന്നുള്ള ഒരു പാട്ടുകാരിയെ നമ്മുടെ കയ്യിൽ കിട്ടിയോണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കാം. നമ്മൾ പറഞ്ഞു കൊടുത്ത ചേച്ചി ഇങ്ങോട്ട് പാടിത്തരാം. അങ്ങനെ പാടിച്ചെടുത്തു. ചേച്ചി ഈ ചേച്ചിയുടെ 50-ാം വർഷം കൊണ്ടാടിയതിന് ശേഷമാണ് ഈ പാട്ടിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മനസ്സിലായത്. എൻ്റെ ശരത്ത് ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത്. അപ്പം അതാണ് മോളെ. അതുകൊണ്ട് ആ അർത്ഥം ഒന്നും മനസ്സിൽ കേൾക്കണ്ട. മകൾ കൃഷ്ണനെ വെച്ചങ്ങ് പാടിക്കും. കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായണെന്നും നിന്റെ നെഞ്ചിൻ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കോമ്പുലഞ്ഞും. തങ്കം കാച്ചുന്ന മഞ്ഞൾ പൂവാക ചേർത്തു നല്ലൂരിൽ എണ്ണ തേച്ചു പൊന്നാമ്പൽ പൊയ്കയിൽ നീരാടും നേരമായി ദേവാര കൊട്ടിലിൽ ചാന്താടും
കുതിർന്നാടും പൊന്നിന്നാട് ഒന്നൊന്നായണെന്നും നിന്റെ നെഞ്ചിൻ ചെണ്ടുമല്ലിപ്പൂവിൻ നേർത്ത ചെല്ല കോമ്പുലഞ്ഞു Oh, what a treat. Such a treat ആദ്യത്തെ എപ്പിസോഡിന്. Such a proud വെല്ലിച്ചൻ and അച്ഛൻ. May God bless you മോളെ. എന്തും താങ്ക് യു ചേച്ചി, താങ്ക് യു. ചിത്ര എന്തായാലും സാറിന്റെ വേർഡിക്റ്റ് പറയൂ. ഞാൻ എന്ത് പറയാനാ? അല്ല, ഞാൻ നോക്കിയപ്പോ ഒരാളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു, പിന്നെ ഞാൻ എന്ത് പറയാനാ? അയ്യോ സോറി, ഞാനതിന് ആവേശം കൂടി. അല്ല, രഞ്ജിനി പറയുന്നതിനകത്താണ് അത് കുറേ കൂടെ സോൾ ഉള്ളത്. അല്ല എനിക്ക് അല്ല, ഒരു ആത്മാർത്ഥമായിട്ട് അത് സാർ കുറെ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്നു. കേട്ട ഉടനെ കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. എനിക്ക് മോള് പാടിയതാവട്ടെ, ഇവരുടെ ബാക്കിംഗ് ആവട്ടെ, സൂപ്പറായിരുന്നു. ഷിനു സംഘം തകർത്തട, വേറൊന്നും പറയാനില്ല. എനിക്ക് അത്രയ്ക്ക് കുറേ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ് മോളെ. ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം. Okay, it's all in the game. Definitely this is all in the game of the family. ഇത് എല്ലാവർക്കും ഇങ്ങനെ പകർന്നിട്ട് കൊണ്ട്